ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്കെതിരായിട്ട് കുറെ കാലമായി തന്നെ ബംഗ്ലാദേശിലെ ഒരു വിഭാഗം ജനങ്ങളും രാഷ്ട്രീയ നേതാക്കളും ഒരു അവസരം പാത്തിരിക്കുകയായിരുന്നു. മാത്രമല്ല, ചില വിദേശ ശക്തികൾക്കും ഷെയ്ഖ് ഹസീനയെ താഴെ ഇറക്കാൻ വലിയ താല്പര്യമുണ്ടായിരുന്നു. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അവർ വീണ്ടും വിജയിച്ച് അധികാരത്തിലെത്തിയതോടുകൂടി ഏത് വിധേനയും ഷെയ്ഖ് ഹസീനയെ രാജ്യത്ത് നിന്ന് നിഷ്കാസനം ചെയ്യാൻ ഒരു തക്കം പാത്തിരുന്ന പ്രതിയോഗികൾ ഉചിതമായൊരു അവസരം വന്നപ്പോൾ അത് വിനിയോഗിച്ചോ എന്ന സംശയം ഉയരുകയാണ്. ഷെയ്ഖ് ഹസീനയ്ക്കെതിരായി ബംഗ്ലാദേശിൽ ഉടലെടുത്ത പ്രക്ഷോഭങ്ങൾക്ക് പിന്നിൽ വിദേശ ശക്തികളുടെ കൈകളുണ്ട് എന്ന് സംശയിക്കപ്പെടുകയാണ്. ബംഗ്ലാദേശിലെ മുൻ ഇന്ത്യൻ ഹൈ കമ്മീഷണറും ഫോറിൻ സെക്രട്ടറിയുമായിട്ടുള്ള ഹർഷ ശൃംഗ്ലയും ഇതേ കാര്യം തന്നെ അഭിപ്രായപ്പെടുന്നു. ധാക്കയിൽ സമാധാനം പുനഃസ്ഥാപിക്കേണ്ടത് ഇന്ത്യയുടെ കൂടി താല്പര്യമാണ്. ബംഗ്ലാദേശിൽ നിലവിൽ തുടരുന്ന കലാപകലുഷിത സാഹചര്യത്തിന്റെയും അരാജകത്വത്തിന്റെയും പശ്ചാത്തലത്തിൽ നാം കാര്യങ്ങൾ ഗൗരവമായി കാണേണ്ടതുണ്ട്. ബംഗ്ലാദേശിലെ രാഷ്ട്രീയ പ്രതിസന്ധിക്ക് സാമ്പത്തിക ഘടകങ്ങളും അവസരവാദികളുമൊക്കെ കാരണമായി എന്ന് കരുതേണ്ടി വരും. വിദ്യാർത്ഥി പ്രക്ഷോഭമാണ് നിലവിലെ അസ്ഥിരതയ്ക്ക് നയിച്ചതെങ്കിലും കോവിഡിന് പിന്നാലെ ഉടലെടുത്ത സാമ്പത്തിക പ്രതിസന്ധി പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് എന്ന് കരുതപ്പെടുന്നു. കൊറോണ മഹാമാരി മൂലം ബംഗ്ലാദേശിന്റെ സമ്പദ് വ്യവസ്ഥയിൽ കാര്യമായ തിരിച്ചടികൾ നേരിട്ടിരുന്നു. റഷ്യ യുക്രൈൻ യുദ്ധത്തോടെ രാജ്യത്ത് അവശ്യ സാധനങ്ങളുടെ വിലയും ക്രമാതീതമായി ഉയരുകയുണ്ടായി. ഇന്ധനം, ഭക്ഷണം, വളം എന്നിങ്ങനെ ബംഗ്ലാദേശിൽ ഇറക്കുമതി ചെയ്യപ്പെടുന്ന പല അവശ്യ വസ്തുക്കളുടെയും വിപണനം താറുമാറായി എന്നാണ് പ്രാദേശിക മാധ്യമ റിപ്പോർട്ടുകൾ. രാജ്യത്തെ പണപ്പെരുപ്പം 17% നിന്ന് 20% ഉയർന്നു. ഇതിനെല്ലാം പിറകെയാണ് സംവരണ നിയമം നടപ്പിലാക്കിയത്. ഇത് രാജ്യത്തെ യുവജനതയെ ചൊടിപ്പിച്ചിരിക്കാം. സാമ്പത്തികമായി തകർന്നു നിൽക്കുകയായിരുന്ന ജനത തങ്ങളുടെ പിരിമുറുക്കം പൂർണ്ണമായി പ്രകടിപ്പിക്കുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കാം. പ്രതിപക്ഷത്തുള്ള BNP ആയാലും ജമാഅത്ത് ഇസ്ലാമി ആയാലും പാക് അനുകൂല ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകളായാലും തെരുവുകളിൽ ഇറങ്ങിക്കൊണ്ട് ഈ അവസരം നന്നായി ഉപയോഗിച്ചു. അവരും വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ ഭാഗമായി. താരതമ്യേന തരക്കേടില്ലാതെ പോയിക്കൊണ്ടിരുന്ന ഒരു പ്രതിഷേധം വളരെ നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം അക്രമാസക്തമായതിന്റെ പിന്നിൽ ഈ ഗ്രൂപ്പുകളുടെ പങ്ക് വളരെ വലുതാണ്. ഈ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ശ്രീലങ്ക ഓർമ്മ വരുന്നുണ്ടോ? കുറച്ചു കാലം മുമ്പ് ശ്രീലങ്കയിൽ സമാനമായൊരു സാഹചര്യം രൂപപ്പെട്ടിരുന്നു. ശ്രീലങ്കൻ പ്രസിഡന്റിന് രാജ്യം വിട്ട് ഓടേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് ജനങ്ങൾ കയറി നിരങ്ങുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതല്ലേ? സമാനമായി ഷെയ്ഖ് ഹസീന രാജ്യം വിട്ടതിന് പിന്നാലെ അവരുടെ കെട്ടിടം, അവരുടെ വസതി കൈയടക്കി ജനങ്ങൾ അവരുടുക്കുന്ന വസ്ത്രങ്ങൾ വരെ എടുത്തുകൊണ്ടു പോകുന്നത്, അവരുടെ സാരികൾ വരെ എടുത്തുകൊണ്ടു പോകുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നുണ്ട്. അതായത് കൊള്ളയാണ് നടക്കുന്നത്. പ്രധാനമന്ത്രിയുടെ വസതിയിലും അവരുടെ അനുചരന്മാരുടെ വസതിയിലുമൊക്കെ കൊള്ള നടക്കുകയാണ്. നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം അക്രമാസക്തമായി മാറിയിരിക്കുകയാണ് അവിടുത്തെ പ്രതിഷേധങ്ങളും സമരങ്ങളും. സമാനമായ പ്രതിഷേധങ്ങൾ നമ്മൾ ശ്രീലങ്കയിൽ കണ്ടിട്ടുണ്ട്. ഇതേ പ്രവർത്തികൾ നമ്മൾ ശ്രീലങ്കയിൽ കണ്ടിട്ടുണ്ട്. അന്ന് ഇന്ത്യയാണ് ലങ്കയെ രക്ഷിച്ചത്. അന്ന് ഇന്ത്യയുടെ ഇടപെടലാണ് ലങ്കയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിൽ എത്തിച്ചത്. ഇന്നിപ്പോൾ ബംഗ്ലാദേശ് വിഷയത്തിലും ഇന്ത്യ അടിയന്തരമായിട്ട് ഇടപെടുന്നുണ്ട്. ഇന്ത്യ യോഗം ചേർന്ന് എന്താണ് അടുത്ത നടപടികൾ കൈക്കൊള്ളേണ്ടത് എന്നതിനെക്കുറിച്ച് തീരുമാനമെടുത്തിട്ടുണ്ട്. ഇന്ത്യയുടെ അജിത് ഡോവൽ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ സമാധാനപൂർണ്ണമാക്കാൻ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങൾ ഉണ്ടാകും. എന്നാൽ മറുഭാഗത്ത് പ്രശ്നത്തെ ആളിക്കത്തിക്കാൻ പാകിസ്ഥാന്റെയും ചൈനയുടെയും ഒക്കെ ഭാഗത്തു നിന്നും നീക്കങ്ങൾ ഉണ്ടാകും. തീർച്ചയായിട്ടും അവിടെ ഇന്ത്യയുടെ ഇടപെടൽ വളരെ നിർണായകമാണ്. ലങ്കയെ രക്ഷിച്ചതുപോലെ ഇന്ത്യ ബംഗ്ലാദേശിനെയും രക്ഷിക്കുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും ബംഗ്ലാദേശിൽ ഇപ്പോഴത്തെ സാഹചര്യം ഒട്ടും നിയന്ത്രണ വിധേയമല്ല. പ്രത്യേകിച്ച് അവിടെയുള്ള തീവ്ര ഗ്രൂപ്പുകൾ അക്രമാസക്തരായിക്കൊണ്ട് അവസരം മുതലെടുക്കാൻ ശ്രമിക്കുന്നുവെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇത് സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമാക്കുന്നുണ്ട്.